മുംബൈ നഗരത്തിന്റെ ഇരുണ്ട ചരിത്രത്തിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തിയ ഒരു സ്ത്രീ, ഒരു സാധാരണക്കാരിയായി വന്ന് മധ്യരാജ്യത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന ഒരു രാജ്ഞി, ജേനാബായി ധാരുവാലി. മുംബൈ സ്വപ്നങ്ങളുടെ നഗരം. ഒരേ സമയം ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ പൂവണിയുന്നതും തകരുന്നതുമായ നഗരം. ഈ നഗരത്തിന് ഒരു മറുവശമുണ്ട്. അധോലോകത്തിന്റെ, കുറ്റകൃത്യങ്ങളുടെ, ഭയത്തിന്റെ ഒരു മറുവശം. ഒരു കാലത്ത് മുംബൈ അധോലോകം അടക്കി വാണിരുന്നത് ഹാജി മസ്താനും കരിംലാലയും വരദരാജ മുതലിയാരും ഒക്കെ ആയിരുന്നു. പക്ഷേ അവർക്കിടയിലും അവരുടെയൊക്കെ ബഹുമാനം പിടിച്ചുപറ്റിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ജേനാബായി. ഈ പേര് ചിലപ്പോൾ നിങ്ങൾക്കത്ര പരിചിതമായിരിക്കില്ല. കാരണം അവൾ എന്നും നിഴലിൽ ജീവിച്ച ഒരു രാജ്ഞിയായിരുന്നു. അധികം വാർത്തകളിലോ പുസ്തകങ്ങളിലോ ഒന്നും അവളുടെ പേര് വലിയ രീതിയിൽ പരാമർശിക്കപ്പെടാറില്ല. പക്ഷേ അവൾ അറിയപ്പെട്ടിരുന്നത് ധാരുവാലി എന്നാണ്. ദാരു എന്നാൽ മദ്യം, മദ്യത്തിന്റെ രാജ്ഞി. എങ്ങനെയാണ് ഒരു സ്ത്രീ ഈ നിലയിലെത്തിയത്? എന്താണ് അവളുടെ കഥ? അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജേനാബായിയുടെ ജനനം, അവളുടെ ആദ്യകാല ജീവിതം, ഇതൊന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 1920കളിൽ മുംബൈയിൽ ദാമർ ഗല്ലി എന്ന ചേരി പ്രദേശത്താണ് അവൾ ജനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും അവളെ പൊതിഞ്ഞു. വിദ്യാഭ്യാസം എന്നത് അവൾക്ക് കിട്ടാക്കനിയായിരുന്നു. വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയി എന്നും ചില കഥകളുണ്ട്. എന്തായാലും അവൾ ഒറ്റപ്പെട്ടു. കൂടെ കുറെ കുട്ടികളും. ആ കുട്ടികളെ പോറ്റാൻ അവൾക്കൊരു വഴിയും ഉണ്ടായിരുന്നില്ല. മുംബൈയിലെ ചേരികൾ, അവിടെ ജീവിക്കാൻ എളുപ്പമായിരുന്നില്ല. ഒന്നെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ഒരു നേരത്തെ ആഹാരം കണ്ടെത്തണം. പക്ഷെ ജേനാബായിക്ക് അതിനപ്പുറം എന്തോ ഒന്ന് ചെയ്യണമായിരുന്നു. കുട്ടികളെ പട്ടിണി മാറ്റാനായി അവൾ ചെയ്തത് ചെറിയ ചെറിയ കള്ളക്കടത്തുകളാണ്. പ്രധാനമായും വാറ്റിയ ചാരായം വിൽക്കുക. അക്കാലത്ത് മുംബൈയിൽ മദ്യനിരോധനം നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാരായം വാറ്റുന്നത് വലിയൊരു ബിസിനസ് ആയിരുന്നു. പാവപ്പെട്ടവരുടെ വീടുകളിലും ചേരികളിലും ഒക്കെയാണ് ഈ ചാരായം രഹസ്യമായി വിറ്റിരുന്നത്. ജേനാബായിയും ഇത് തുടങ്ങി. ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ കച്ചവടം പതിയെ പതിയെ വളരാൻ തുടങ്ങി. അവൾക്ക് ചുറ്റും കുറെ ആളുകൾ കൂടി. സഹായിക്കാൻ, വിൽക്കാൻ, കാവൽ നിൽക്കാൻ ഒരു വലിയ നെറ്റ്വർക്ക് അവൾ ഉണ്ടാക്കി. പക്ഷേ ഇത് എളുപ്പമായിരുന്നില്ല. പോലീസിന്റെ റെയ്ഡുകൾ, എതിരാളികളുടെ ഭീഷണി, ഇതൊക്കെ അവൾക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ജേനാബായിയുടെ ധൈര്യം, അവളുടെ ബുദ്ധി, ഇതൊക്കെ അവളെ സഹായിച്ചു. അവൾ ഒരിക്കലും ഭയന്നില്ല. ഒരു പുരുഷനെ പോലെ തന്നെ അവൾ ഈ ലോകത്ത് നിലയുറപ്പിച്ചു. ജേനാബായിയുടെ മദ്യ കച്ചവടം വളരെ വലുതായി. മുംബൈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അവളുടെ സ്വന്തം ആളുകൾ ചാരായം വിൽക്കാൻ തുടങ്ങി. അവൾക്ക് കിട്ടുന്ന വരുമാനം അതിശയകരമായിരുന്നു. ഈ പണം അവൾ എന്തു ചെയ്തു? തൻ്റെ ആളുകളെ സംരക്ഷിക്കാൻ, പോലീസിനെ സ്വാധീനിക്കാൻ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ, ഇതിനൊക്കെ അവൾ പണം ഉപയോഗിച്ചു. ജേനാബായിയുടെ ഈ വളർച്ച മറ്റ് അധോലോക നായകന്മാർ ശ്രദ്ധിച്ചു. അക്കാലത്ത് മുംബൈ അധോലോകം അടക്കി വാണിരുന്നത് 3 പേരായിരുന്നു: ഹാജി മസ്താൻ, കരിംലാല, വരദരാജ മുതലിയാർ. ഇവർ 3 പേരും മുംബൈയുടെ 3 മേഖലകൾ ഭരിച്ചു. അവരുടെ അനുവാദമില്ലാതെ അവിടെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ജേനാബായിക്ക് ഇവരുടെ അനുവാദം ആവശ്യമില്ലായിരുന്നു. അവൾക്ക് സ്വന്തമായി ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. സ്വന്തമായി ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു. അവൾക്കെതിരെ തിരിഞ്ഞവരെ അവൾ എങ്ങനെയാണ് നേരിട്ടതെന്നോ? ഭയമില്ലാതെ, വളരെ തന്ത്രപരമായി. ഹാജി മസ്താനെയും കരിംലാലയും വരദരാജ മുതലിയാരെയും പോലെയുള്ളവർക്ക് ജേനാബായിയെ അവഗണിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം അവൾക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാമായിരുന്നു. പോലീസിന്റെ ഓരോ നീക്കങ്ങളും, രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളും എല്ലാം അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 ഡോൺമാരും ജേനാബായിയെ ബഹുമാനിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഉപദേശം ചോദിക്കാൻ പോലും അവർ ജേനാബായിയുടെ അടുത്ത് വന്നിരുന്നു. നിങ്ങൾ ഓർക്കണം, അക്കാലത്ത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പോലും അനുവാദമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് ജേനാബായി ധാരുവാലി അധോലോകത്തിന്റെ രാജ്ഞിയായി മാറുന്നത്. ജേനാബായിയുടെ വീട് അതൊരു ദർബാർ പോലെയായിരുന്നു.
രാവിലെ മുതൽ ആളുകൾ അവളുടെ വീടിന് ചുറ്റും കൂടിയിരിക്കും. പ്രശ്നങ്ങൾ പറയാൻ, സഹായം ചോദിക്കാൻ, ഉപദേശം തേടാൻ. അവൾ ഒരു ന്യായാധിപയെ പോലെ പ്രശ്നങ്ങൾ കേൾക്കും, പരിഹാരങ്ങൾ നൽകും. ആരും അവൾക്കെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഒരു ഉദാഹരണം പറയാം. മുംബൈയിലെ ഡോൺമാർക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അവർ ജേനാബായിയുടെ അടുത്തേക്ക് വരും. ഒരു മധ്യസ്ഥയായി അവൾ ഇരു കൂട്ടരുടെയും പ്രശ്നങ്ങൾ കേട്ട് ഒരു പരിഹാരം കണ്ടെത്തും. അവളുടെ വാക്കിന് വലിയ വിലയുണ്ടായിരുന്നു. ആരും അവളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തിരുന്നില്ല. അത്രയധികം ബഹുമാനം അവൾക്ക് അധോലോകത്ത് നിന്ന് കിട്ടിയിരുന്നു. ഒരു സ്ത്രീ മുംബൈ അധോലോകത്തിലെ ഏറ്റവും വലിയ ഡോൺമാരുടെ ഇടയിൽ ഒരു മധ്യസ്ഥയായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. അവൾക്ക് എന്തായിരുന്നു ഈ ശക്തി നൽകിയത്? അവളുടെ ഭയമില്ലായ്മ, അവളുടെ ബുദ്ധി, ആളുകളെ തൻ്റെ വരുതിയിൽ നിർത്താനുള്ള കഴിവ്. ഇതെല്ലാമാണ് അവളെ ഇത്രയും ശക്തയാക്കിയത്. മദ്യം മാത്രമല്ല, ചെറിയ രീതിയിലുള്ള കള്ളക്കടത്തും ആളുകളെ സംരക്ഷിക്കാനുള്ള പ്രൊട്ടക്ഷൻ മണി വാങ്ങലും ഇതൊക്കെ അവളുടെ വരുമാന മാർഗങ്ങളായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും അനാവശ്യമായ കൊലപാതകങ്ങളോ അക്രമങ്ങളോ നടത്തിയിരുന്നില്ല. ഒരു ബിസിനസ്സുകാരിയെ പോലെയാണ് അവൾ കാര്യങ്ങൾ കണ്ടിരുന്നത്. ജേനാബായിക്ക് സ്വന്തമായ ഒരു കുടുംബമുണ്ടായിരുന്നു, മക്കളും കൊച്ചുമക്കളുമെല്ലാം. അവൾ തൻ്റെ കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചു. തൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും നല്ല ജീവിതം നൽകാനും അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവൾ ജീവിച്ച ലോകം അങ്ങനെയുള്ളതല്ലായിരുന്നു. അവളുടെ മകൻ ഒരു തർക്കത്തിൽ കൊല്ലപ്പെട്ടു. അത് ജേനാബായിയെ വല്ലാതെ ഉലച്ചു. പക്ഷെ ആ സമയത്തും അവൾ തളർന്നില്ല. മകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവൾ തീരുമാനിച്ചു. തൻ്റെ മകനെ കൊന്നവരെ അവൾ കണ്ടെത്തി, അവരെ ഇല്ലാതെയാക്കി. ഒരു സാധാരണ അമ്മയുടെ പ്രതികാരം. പക്ഷേ ഈ അമ്മ ഒരു ധാരുവാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതികാരത്തിനും ഭീകരമായൊരു മുഖമുണ്ടായിരുന്നു. എന്നാൽ മകന്റെ മരണം അവളെ കുറച്ചൊക്കെ മാറ്റി. അധോലോകത്തിന്റെ ഈ ക്രൂരമായ ലോകം അവൾക്ക് മടുത്തിരുന്നിരിക്കാം. അവൾ പതിയെ പതിയെ ഈ ലോകത്തു നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി. തൻ്റെ കച്ചവടങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അവൾ നിഴലിലേക്ക് മടങ്ങി. ജേനാബായിയുടെ മരണം, അതിനെക്കുറിച്ചും അധികം വിവരങ്ങൾ ലഭ്യമല്ല. ഏകദേശം 1990കളുടെ തുടക്കത്തിൽ അവൾ മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. മുംബൈയിലെ ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണക്കാരിയെ പോലെ അവൾ മരണം വരിച്ചു. എന്നാൽ അവളുടെ കഥ, അവളുടെ ജീവിതം അതൊരിക്കലും സാധാരണമായിരുന്നില്ല. മുംബൈയുടെ ഇരുണ്ട ചരിത്രത്തിൽ അധോലോകത്തിന്റെ സിംഹാസനത്തിൽ ഒരു സ്ത്രീ കയറിയിരുന്നത് ഒരു സാധാരണ കാര്യമല്ല. അത് ജേനാഭായി ധാരുവാലി മാത്രമാണ്. പിന്നീട് വന്ന അധോലോക നായകന്മാർ ദാവൂദ് ഇബ്രാഹിം, അരുൺ ഗൗളി, ഛോട്ടാ രാജൻ ഇവരൊക്കെ ജേനാബായിയെ കുറിച്ച് അറിഞ്ഞവരാണ്, അവളെ ബഹുമാനിച്ചവരാണ്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ അവരുടെ പേര് പതിയെ പതിയെ മറവിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. ഒരു പക്ഷേ അവൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, നിഴലിൽ ജീവിക്കാനും നിഴലിൽ തന്നെ മരിക്കാനും. പക്ഷേ മുംബൈ അധോലോക ചരിത്രത്തിലെ ഏറ്റവും കരുത്തയായ സ്ത്രീകളിൽ ഒരാളായി ജേനാഭായി ധാരുവാലി എന്നും നിലനിൽക്കും. മുംബൈ നഗരം ഇന്നും സ്വപ്നങ്ങൾ നൽകുന്നു. ഇന്നും ആളുകൾ അവിടെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. ജേനാബായിയെ പോലെ പല കഥകളും ആ നഗരത്തിന് പറയാനുണ്ടാകും. അതിലൊരു കഥ മാത്രമാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.